അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ സമ്മതിക്കില്ല. ചുൽബുൾ, അങ്ങോട്ട് പോ. നീ എന്തായി ചെയ്യുന്നത്? മര്യാദക്ക് പോ ഇവിടുന്ന്. പോവാനാ പറഞ്ഞത്. വരൂ, ആ കള്ളന്മാരെ നമുക്ക് പിടിക്കണം. എന്നിട്ട് ബാക്കിയുള്ളവരെ എവിടെയാ വെച്ചേക്കുന്നത് കണ്ടുപിടിക്കും വേണം. എന്തായി കാണുന്നത്? എന്താ ഇങ്ങനെ പോകുന്നത്? ഇതൊക്കെ നടക്കുന്നേ. ജിന്റു, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നീ ഒടുവിൽ എന്നെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇനി ഒരേ ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ. പോലീസ്, പോലീസ്, പ്ലീസ് എന്നെ രക്ഷിക്കൂ. എന്നെ കുറച്ച് പിള്ളേര് പിടിച്ചോണ്ട് പോയി. എന്നെ ഈ പിള്ളേരിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷിക്കേ പോലീസ്. ഇവിടെ പോലീസിന്റെ ആവശ്യമൊക്കെ എന്താ? നിങ്ങൾ പിടിച്ചിരിക്കുന്ന ബാക്കി ആൾക്കാരെ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞോ? ആ ബംഗ്ലാവിന്റെ പുറകിൽ വലിയൊരു മുറിയുണ്ട്. അവരെല്ലാരും അവിടെ ഉണ്ട്. നമുക്ക് അവിടെ പോയി ബാക്കിയുള്ളവരെ രക്ഷിക്കാം. പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടുത്തെ വാതിലുകളൊക്കെ തുറന്നു കഴിഞ്ഞു. അവര് തിരിച്ചു വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. വരൂ, ഓടിക്കോ. വരൂ ഇംലി, വീട്ടിൽ പോവാം. അതെ എന്റെ അനിയ, ഒരു കാര്യം പറയാമോ? നീ ആരാണ്? കാണുമ്പോ ഞാൻ ചിലപ്പോ ഒരു ചെറിയ പയ്യനായിരിക്കും. എന്റെ പേരാണ് വീർ. ആരെങ്കിലും രക്ഷിക്കണേ. നമ്മളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? ആരെങ്കിലും വീർ, നീ എന്നെ രക്ഷിക്കാൻ വന്നല്ലോ. സാർ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീർ വരുമെന്ന്. ദേ കണ്ടില്ല, അവൻ വന്നിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാർ. ദേ നോക്ക്. ബണ്ടി ഓടിക്കോ. എന്തൊക്കെയാ ചെയ്യുന്നത്? എനിക്കറിയില്ല ചുൽബുൾ. ഇവരെന്നെ മുറുക്കി കെട്ടിയിരിക്കുക. അതുകൊണ്ട് കെട്ട് എനിക്ക് അഴിക്കാൻ കഴിയുന്നില്ല. അയ്യോ, റാണി, ആരെങ്കിലും രക്ഷിക്കൂ. Bring shoes on. നിന്നോട് എനിക്ക് ഒത്തിരി 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 നന്ദിയുണ്ട് മോനെ. പക്ഷെ നിങ്ങളെന്തിനാ ഞങ്ങളെ പിടിച്ചത്? ഇവിടെ സാധാരണ നിന്നെ പോലെയുള്ള ചെറിയ കുട്ടികളും വേറെ ഒത്തിരി വലിയ ആൾക്കാരും വരാറുണ്ട് മോനെ. പക്ഷെ അവരൊക്കെ ഇവിടെ ഒത്തിരി ചവറുകൾ വരയിട്ടിട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ കാട് വല്ലാണ്ട് ചീഞ്ഞു നാറാൻ തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരെയും ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിച്ചു വിടും. അപ്പൊ അവര് വീണ്ടും ഇങ്ങോട്ട് വരികയില്ലല്ലോ. ഞാൻ നിങ്ങളുടെ സന്ദേശം എല്ലാവരും അറിയിക്കാം. അപ്പൊ അവർ ഒരിക്കലും കാട്ടിൽ ചവറുകളിടില്ല. ശരി, എന്നാ ഞാൻ പോവാ. നന്ദി. നീ മറ്റുള്ള കുട്ടികളെ പോലെ അല്ലല്ലോ മോനെ. നിന്റെ പേരെന്താണെന്ന് പറഞ്ഞില്ല. എന്റെ പേര് വീർ എന്നാ.
ആഹാ കൊള്ളാലോ വീർ. നീ പേര് പോലെ തന്നെ ശരിക്കും വീരനാണല്ലോ. വീരെത്തിപ്പോയി. ജിണ്ടു, നീ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? എപ്പോ പ്രശ്നം വന്നാലും നിന്നെ എങ്ങും കാണത്തില്ല. ഞാൻ എന്ത് ചെയ്യായിരുന്നു എനിക്കൊരു ഓർമ്മയില്ല. ഓ നോ, ചുൾബുളിന്റെ പുറകെ ഒരു കരടി പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ വരാം. പാവം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും. ജിണ്ടു, ഞാൻ ഇവിടെ ഉണ്ട്. എനിക്ക് ആ പ്രേം സഹായുടെ റോബോട്ടിനെ കിട്ടുമോ അതോ ഇല്ലയോ? കിട്ടും ബോസ്, തീർച്ചയായും കിട്ടും. നിങ്ങൾ ജീനിയസ് ആണ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ്. ബോസിൽ നിന്നും അവർക്ക് ഒത്തിരി നാൾ രക്ഷപ്പെടാനാവില്ല. ആ ദിവസം എത്തിപ്പോയി ബോസ്, ആ ദിവസം എത്തിപ്പോയി. ഇദ്ദേഹത്തെ കണ്ടില്ലേ? മാന്ത്രികൻ മായക്കണ്ണൻ. ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികനാണ്. എന്താ മാന്ത്രികൻ മായക്കണ്ണനോ? ഞാൻ ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ പിടിക്കുവാനായി വളരെ കാലമായി ശ്രമിക്കുകയാണ്. അപ്പോൾ നീ വെറും ഒരു മാന്ത്രികനെയും കൂട്ടി വന്നിരിക്കുകയാണോ? ബോസ്, ഈ മാന്ത്രികൻ ആ ഡോക്ടർ പ്രേം സഹായിയുടെ റോബോട്ടിനെ പിടിച്ചു കൊണ്ടുവരുന്നതാണ് ബോസ്. അതെ മാന്ത്രികൻ മായക്കണ്ണ, നിങ്ങളുടെ മാന്ത്രിക വിദ്യയുടെ ഒരു ഉദാഹരണം ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഈ മാന്ത്രിക ഷോയിലേക്ക് പ്രിയ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാന്ത്രിക കാഴ്ചകൾ കണ്ട് വിസ്മയിച്ചിരിക്കൂ. ഞാനിത് അപ്രത്യക്ഷനായിരിക്കുന്നു. ഞാനിപ്പോൾ ഈ പൂച്ചയെ പൊക്കിയെടുക്കും. Mad Max is glad. Very, very glad. ചെല്ലു, വേഗം ആ റോബോട്ടിനെ പോയി പിടിച്ചുകൊണ്ടുവരൂ. പോകൂ, നിനക്ക് ഞാൻ പകരമായി എന്തു വേണമെങ്കിലും തരാം. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ ഷോ ഫ്രീ ആയിട്ട് നടത്തുന്നതെന്ന്. കാരണം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ ഫുർസത് ഗഞ്ചിലാണ് ജീവിച്ചിരുന്നത്. അതിനുശേഷം ഇന്നാണ് എനിക്ക് ഇവിടേക്ക് വരാനുള്ള അവസരം ലഭിച്ചത്. ഞാൻ ഇവിടെയുണ്ട്. എന്റെ പേഴ്സ് കാണുന്നില്ലല്ലോ. എന്റെ പോക്കറ്റിലിരുന്ന പേഴ്സ് ഇപ്പൊ കാണുന്നില്ല. എന്റെ മാല കാണുന്നില്ല. ആരോ എന്റെ മാല മോഷ്ടിച്ചിരിക്കുന്നു. എന്റെ മാല. ഇനിയാണ് നീ ശരിക്കുള്ള കളികൾ കാണാൻ പോകുന്നത്. എന്ത് പറ്റി അങ്കിളെ, എന്തിനാ ഇത്ര സന്തോഷിക്കുന്നേ? ഈ വീരെന്താ ഉറഞ്ഞു പോകാത്തത്? അച്ഛാ, നിങ്ങൾക്കിതാ ഹോളി ആശംസകൾ. ഇന്നാ പിടിച്ചോ. ഹോളി വന്നേ, ഹോളി വന്നേ. നീ ഇതെന്താ ഒഴിച്ചത്? എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? സോറി അച്ഛാ, സോറി. എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഇത് എന്റേതല്ലല്ലോ. ആരുടെ കയ്യിൽ നിന്ന് മാറി വന്നതാ. മമ്മി. അയ്യോ, ഞാൻ കൊണ്ടുവന്നത് അവൻ എടുത്തോണ്ട് പോയല്ലോ. ഓ, അപ്പൊ അത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നോ? എന്തായാലും അങ്കിളുടെ കളറുകളൊക്കെ തീർന്നില്ലേ? പക്ഷെ എന്റെ കയ്യിൽ ഒരുപാട് കളറുകൾ ബാക്കിയുണ്ട്. അതെ, ആരെങ്കിലും എന്നെ ഒന്ന് വേഗം ശരിയാക്ക്. നീ ഇതെവിടെയാണോ? എന്താ അങ്ങനെ ഉറച്ചു പോയത്? അത് മിക്കവാറും
മിക്കവാറും ആ ടിംബക്ടു ഒരു കെമിക്കൽ കൊണ്ടുവന്നതായിരിക്കും. നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്റെ കുഞ്ഞനിയ. നിന്നെ ഇതുപോലെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കെമിക്കൽ കൊണ്ടുവന്നത്. ഇവൻ എന്റെ ശരീരത്തിൽ എന്തോ കെമിക്കൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ എനിക്കിപ്പോ ഇവിടെ നനങ്ങാൻ പറ്റത്തെ. എന്നാ പിന്നെ വേഗം ബോസിനെ ഫോൺ വിളിച്ച് ഈ സന്തോഷ വാർത്ത അങ്ങ് അറിയിച്ചേക്കാം. അപ്പൂപ്പൻ തന്ന സ്പ്രേ പോക്കറ്റിലുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റില്ലല്ലോ. ബോസേ ഞാൻ ആ ഡോക്ടർ പ്രേം സഹായുടെ റോബോട്ടിനെ പിടിച്ച് അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാ. കൊള്ളാം മോനെ ടൊമാറ്റോ, നീയാളൊരു കില്ലാടി തന്നെ. നിന്റെ ബുദ്ധി വളരെ ചെറുതാണെങ്കിലും നിന്റെ ശരീരം വളരെ വലുതാണെങ്കിലും നീ ഒടുവിൽ കാര്യം സാധി